പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെ ഉലച്ചുമറിച്ചുകൊണ്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച നടത്തിയ അപ്രതീക്ഷിത പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇറാനെതിരെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ശക്തമായ സൈനിക വ്യോമാക്രമണങ്ങൾ അമേരിക്ക താൽക്കാലികമായി റദ്ദാക്കുന്നു. ഇതായിരുന്നു ആ പ്രഖ്യാപനം. ഒരു വശത്ത് സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ട്രംപ് ഈ പിന്മാറ്റം പ്രഖ്യാപിച്ചതെങ്കിലും യഥാർത്ഥ കാരണം മറ്റൊന്നാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് നയതന്ത്ര വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. അമേരിക്കയെ കടുത്ത ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോന്ന ഇറാന്റെ അതീവ മാരകമായ ഒരു മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ തന്ത്രപരമായ പിൻവാങ്ങൽ എന്നുള്ളതാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്നത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പരസ്യമായി മുഴക്കിയ ആ കടുത്ത മുന്നറിയിപ്പ് വാഷിംഗ്ടണിന്റെ എല്ലാ യുദ്ധ കൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. അമേരിക്ക ഇനിയും സൈനിക പ്രകോപനങ്ങളുമായി മുന്നോട്ട് പോയാൽ പശ്ചിമേഷ്യൻ മേഖലയിലെ മുഴുവൻ ഊർജ്ജ ശൃംഖലകളും എണ്ണ നിലയങ്ങളും സുരക്ഷിതമായിരിക്കില്ല എന്നതായിരുന്നു ഗാലിബാഫിന്റെ കൃത്യമായ പ്രഖ്യാപനം. പ്രശസ്ത അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകനായ റുഫാത്ത് ജാവേദ് ഇതിനെക്കുറിച്ച് നടത്തുന്ന വിശകലനങ്ങൾ അമേരിക്കൻ ഭരണകൂടം നിലവിൽ നേരിടുന്ന കടുത്ത നിരാശയിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാനുമായി ഒരു ഉയർന്ന തലത്തിലുള്ള യുദ്ധമുഖം തുറക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രത്യാഘാതം സ്വന്തം രാജ്യത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ട്രംപിന് കൃത്യമായ ഭയമുണ്ട്. ഗാലിബാഫിന്റെ വാക്കുകൾ കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് പ്രായോഗികമായി നടപ്പിലാക്കാൻ കെൽപ്പുള്ള ഒന്നാണെന്ന് അമേരിക്കൻ പെന്റഗണിന് കൃത്യമായ ബോധ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും വിതരണ ശൃംഖലകളും സ്ഥിതി ചെയ്യുന്ന പശ്ചിമേഷ്യയിൽ ഇറാന്റെ മിസൈലുകൾക്കോ ഡ്രോണുകൾക്കോ നേരെ ഒരു ആക്രമണമുണ്ടായാൽ അത് ആഗോള എണ്ണവില കുത്തനെ ഉയരുന്നതിന് കാരണമാകും. ഇന്ധന വിപണി തകിടം മറിഞ്ഞാൽ അത് അമേരിക്കയുടെ ആഭ്യന്തര വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാകും. ഡൊണാൾഡ് ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് ആഭ്യന്തര സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുമെന്നും വിദേശ യുദ്ധങ്ങളിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിക്കുമെന്നുമായിരുന്നു. എന്നാൽ ഇറാനുമായി നേരിട്ടൊരു യുദ്ധത്തിന് മുതിർന്നാൽ അത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഊർജ്ജ ഭീഷണിക്ക് മുൻപിൽ താൽക്കാലികമായെങ്കിലും തലകുനിക്കുകയല്ലാതെ ട്രംപിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന ട്രംപിന്റെ വാദം ഒരു നയതന്ത്ര പുകമറ മാത്രമാണെന്നാണ് റുഫാത്ത് ജാവേദ് വിലയിരുത്തുന്നത്. ഇറാന്റെ കടുത്ത നിലപാടിന് മുൻപിൽ തങ്ങൾ ഭയന്നു പിന്മാറിയതാണെന്ന പ്രതീതി അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകാതിരിക്കാൻ അമേരിക്ക കണ്ടെത്തിയ ഒരു വഴി മാത്രമാണിത്. തങ്ങളുടെ അന്തസ്സും ആഗോള മേധാവിത്വ പ്രതിച്ഛായയും കാത്തു സൂക്ഷിക്കാൻ ട്രംപിന് ഇത്തരം സമാധാനവാദങ്ങൾ ഉയർത്തേണ്ടി വരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ആസൂത്രിത നീക്കം അവരുടെ സൈനികവും നയതന്ത്രപരവുമായ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ്. തങ്ങളെ ആക്രമിക്കാൻ വരുന്ന വൻ ശക്തിയെ എങ്ങനെ സാമ്പത്തികമായി പ്രതിരോധിക്കാമെന്ന കൃത്യമായ തന്ത്രമാണ് പാർലമെന്റ് സ്പീക്കറിലൂടെ ടെഹ്റാൻ പുറത്തെടുത്തത്. സൗദി അറേബ്യ, UAE തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ എണ്ണ കമ്പനികളെയും ഉൽപാദന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടാൻ തങ്ങൾക്ക് കഴിയുമെന്ന സൂചനയും ഇതിലൂടെ ഇറാൻ നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഊർജ്ജ ശൃംഖലകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ അത് കേവലം അമേരിക്കയെ മാത്രമല്ല, മറിച്ച് അവരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെയും ഏഷ്യൻ വിപണികളെയും ഒരുപോലെ ബാധിക്കും. ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടും വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന് വഴി തുറന്നേക്കാം. ഈ ഒരു ആഗോള വിനാശത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്താരാഷ്ട്ര സമൂഹവും ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയത്. റിഫാത്ത് ജാവേദിന്റെ നിരീക്ഷണം അനുസരിച്ച് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഒരു കെണിയിൽ അകപ്പെട്ട അവസ്ഥയിലാണ്. ഇറാനെ പൂർണ്ണമായും അടിച്ചമർത്താൻ സാധിക്കുന്നുമില്ല, എന്നാൽ അവരുടെ ഭീഷണികൾക്ക് മുന്നിൽ പൂർണ്ണമായി പിൻവാങ്ങാനും അമേരിക്കൻ പാരമ്പര്യം അനുവദിക്കുന്നില്ല. ഈ ഒരു ദാരുണമായ അവസ്ഥയാണ് വാഷിംഗ്ടണിന്റെ വിദേശ നയങ്ങളിൽ ഇപ്പോൾ കാണുന്ന അസ്ഥിരതയ്ക്ക് കാരണം. ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും അവരുടെ സായുധ സേനയും ഏത് നിമിഷവും ഒരു പ്രത്യാക്രമണത്തിന് സജ്ജമായിട്ടാണ് അതിർത്തികളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ വ്യോമാക്രമണ പദ്ധതികൾ റദ്ദാക്കിയെങ്കിലും ഇറാന്റെ സൈനിക വിഭാഗങ്ങൾ തങ്ങളുടെ ജാഗ്രത കുറച്ചിട്ടില്ല. പാശ്ചാത്യ ശക്തികളുടെ വാക്കുകളേക്കാൾ അവരുടെ നീക്കങ്ങളെയാണ് തങ്ങൾ നിരീക്ഷിക്കുന്നതെന്നാണ് ടെഹ്റാന്റെ നിലപാട്. അമേരിക്കൻ സൈന്യത്തിനുള്ളിൽ തന്നെ ഇറാനെതിരെയുള്ള നേരിട്ടുള്ള യുദ്ധത്തോട് പൂർണ്ണമായി യോജിപ്പില്ലെന്നാണ് ചില പ്രതിരോധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക താവളങ്ങളും യുദ്ധക്കപ്പലുകളും ഇറാന്റെ മിസൈൽ പരിധിയിലുള്ളപ്പോൾ ഒരു ആക്രമണം നടത്തുന്നത് വലിയ ജീവഹാനിക്ക് കാരണമാകും. ഇതും സൈനിക നീക്കങ്ങളിൽ നിന്നും പെട്ടെന്ന് പിന്മാറാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ നിഴൽ യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമായ ചർച്ചകളിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്.
ഒമാൻ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര മധ്യസ്ഥർ വഴി രഹസ്യമായ ചർച്ചകൾക്ക് വഴി തുറക്കാൻ ഇരു വിഭാഗവും ശ്രമിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. എന്നാൽ തങ്ങളുടെ പരമാധികാരത്തെയും ആണവ പദ്ധതിയോ ചോദ്യം ചെയ്യുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. ട്രംപിന്റെ ഈ പിന്മാറ്റം അവരുടെ സഖ്യകക്ഷിയായ ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ തൃപ്തി നൽകുന്ന ഒന്നല്ല. ഇറാനെ സൈനികമായി തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്രയേലിന് അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള പിന്മാറ്റം തിരിച്ചടിയാണ്. എങ്കിലും സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത് എന്ന യാഥാർത്ഥ്യം സഖ്യകക്ഷികൾക്കും അംഗീകരിക്കേണ്ടി വരുന്നു. ആഗോള എണ്ണ വിപണി ഈ പ്രഖ്യാപനത്തോടെ താൽക്കാലികമായി ശാന്തമായിട്ടുണ്ടെങ്കിലും യുദ്ധഭീതി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. പശ്ചിമേഷ്യൻ ആകാശത്ത് എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറിമറിയാം. ഒരു ചെറിയ തെറ്റായ ധാരണയോ അല്ലെങ്കിൽ അതിർത്തിയിലെ നേരിയൊരു സ്പാർക്കോ വീണ്ടും മിസൈൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം. ഇറാന്റെ എനർജി ഭീഷണിക്ക് മുൻപിൽ ട്രംപ് നടത്തിയ ഈ പിൻവാങ്ങൽ രാജ്യാന്തര രാഷ്ട്രീയത്തിൽ ഇറാന്റെ നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വൻ ശക്തികളുടെ ഭീഷണികളെ സാമ്പത്തിക ആയുധങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. റിഫാദ് ജാവേദ് വ്യക്തമാക്കുന്നത് പോലെ വാഷിംഗ്ടണിന്റെ ഈ പരിഭ്രാന്തി വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ യുദ്ധസമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.